അടുത്ത ചാപ്റ്റർ ആണ് നമ്മൾ ഇനി പറഞ്ഞു നോക്കാം. കുഞ്ഞു ചാപ്റ്റർ ആണ്, അപ്പൊ പെട്ടെന്ന് നമുക്ക് നോക്കാം. വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ്. ഐന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഐയിൽ നമുക്കുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഐ ലെൻസിലും അവിടെ എന്താണ്? റിഫ്രാക്ഷൻ ഉണ്ട്. ഈ റെറ്റീന എന്ന് പറയുന്ന സ്ക്രീനിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ നെർവ്സ് ആണ് ആ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ ബ്രെയിനിലേക്ക് എത്തുന്നത്. നമുക്ക് ആ ഒരു വിഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഐറിസ് ഉണ്ട്, ഡാർക്ക് മസ്കുലർ സ്ട്രക്ചർ ആണ്. അതിനോട് ചേർന്ന് സിലിയറി മസിൽസ് ഉണ്ട്. ആ സിലിയറി മസിൽസ്, ഓക്കെ, സിലിയറി മസിൽസ് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ പ്ലേ ചെയ്യുന്നു. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലിയറി മസിൽസ് നമുക്ക് അടുത്തുള്ള വസ്തുക്കൾ കാണണമെങ്കിൽ സിലിയറി മസിൽസ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, ഫോക്കൽ ലെങ്ത് കുറയുന്നു. അപ്പോഴാണ് അടുത്തുള്ള ഒബ്ജക്ട്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദൂരെയുള്ള വസ്തുക്കൾ കാണണമെങ്കിൽ സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുന്നു. അങ്ങനെ കർവേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? കർവേച്ചർ ഡിക്രീസ് ചെയ്യുന്നു, ഫോക്കൽ ലെങ്തിന് അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി രണ്ട് കാര്യങ്ങളും കൂടി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോണത്. നിയർ പോയിന്റ്. ഓക്കെ, നിയറസ്റ്റ് പോയിന്റ് എവിടം വരെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കാൻ അല്ലെങ്കിൽ വസ്തുക്കൾ കാണാൻ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ, അതിനുള്ള നിയറസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ നിയർ പോയിന്റ് എന്ന് പറയാറ്. നോർമൽ വിഷൻ ഉള്ളവർക്ക് 25 സെന്റിമീറ്റർ ആണ് നിയർ പോയിന്റ് എന്ന് പറയുന്നത്. 25 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇതേപോലെ ഫാർ പോയിന്റ് ഉണ്ട്. ഒബ്ജക്ട്സ് ഡിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ വസ്തുക്കൾ ഡിസ്റ്റന്റ് ആയിട്ട് കാണാനായിട്ട് ഫാർ പോയിന്റ്, ഫാർത്തസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് പറയാറ്. ഓരോ കണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് the ability of eye to form an image on retina by adjusting the focal length of lens. ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യാനുള്ള ആ ഒരു കഴിവ്. എന്താണ് അതിന് ഐ യൂസ് ചെയ്യാറ്? കർവച്ചർ മാറ്റിക്കൊണ്ട്, ലെൻസിന്റെ കർവച്ചർ മാറ്റിക്കൊണ്ട് കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ തന്നെ ഇമേജ് ഫോം ചെയ്യാനുള്ള കണ്ണിന്റെ ആ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. ഓക്കെ, എന്താണ്? പവർ ഓഫ് അക്കോമഡേഷൻ. ഓക്കെ, ഈ ഒരു രണ്ട് ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ രണ്ട് ചാപ്റ്ററിനെയും കൂടുതൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓക്കെ, എക്സാം പോയിന്റിന്റെ പേജ് നമ്പർ 105 മുതൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിൽ നിന്നുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാം. നിങ്ങൾ യൂസ്ഡ് ആയിട്ടുണ്ടാവും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് ചാപ്റ്റേഴ്സും ഈ ഒരു ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. പിന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും സ്കിപ്പ് ചെയ്ത് കളയണ്ട. 1 മാർക്ക് 2 മാർക്ക് ഒക്കെ ആണെങ്കിലും. ഓക്കെ, ബാക്കി പോർഷൻ എല്ലാം തന്നെ നല്ല രീതിക്ക് പഠിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു.